വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് ഉൾക്കൊള്ളാനാകാതെ എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്നും സുകുമാരൻ നായർ. ഭരണത്തിൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുന്നുവെന്നും ആക്ഷേപം. സുകുമാരൻ നായരുടെ പ്രസ്താവനകളെ അവഗണിക്കാൻ ലീഗ് നേതാക്കളുടെ തീരുമാനം. നിയുക്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെ കടുത്ത വിമർശനവുമായി എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത്. ഇവിടെ തീരുമാനമെടുത്തത് ജനഹിതത്തിന് അനുകൂലമായിരുന്നില്ലെന്നും മുസ്ലിം ലീഗിന്റെ വിരട്ടലിന് പിന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കീഴടങ്ങിയതായും സുകുമാരൻ നായർ വിമർശിച്ചു. സാമുദായിക നേതാക്കളുമായി ഒത്തുതീർപ്പിനില്ലെന്നും അവരുടെ തിണ്ണനിറങ്ങാൻ താനില്ലെന്നും വി.ഡി. സതീശൻ ഇതിനു മുൻപേ പ്രഖ്യാപിച്ചതോടെയാണ് സുകുമാരൻ നായർക്ക് സതീശനോടുള്ള എതിർപ്പ് ശക്തമാകാൻ പ്രധാന കാരണം. കോൺഗ്രസിലെ മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം സുകുമാരൻ നായരെ വാഴ്ത്തുന്ന നിലപാടുകൾ കൈക്കൊണ്ടപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വി.ഡി. സതീശൻ. സുകുമാരൻ നായരുടെ ഗുഡ് ബുക്കിൽ 1ാം സ്ഥാനത്താണ് രമേശ് ചെന്നിത്തല. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ എൻ.എസ്.എസ് നേതൃത്വം വളരെയധികം ശ്രമിച്ചതാണ്. എന്നാൽ അത് ഫലപ്രദമായില്ല. പിന്നീട് കെ.സി. വേണുഗോപാലിന് വേണ്ടിയും ശ്രമിച്ചു നോക്കി. ആ നീക്കവും പാളി. ഒടുവിൽ ബദ്ധശത്രുവായ സതീശൻ തന്നെ മുഖ്യമന്ത്രിയുമായി. ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് സുകുമാരൻ നായർ പൊട്ടിത്തെറിച്ചത്. ജനാധിപത്യ മര്യാദയില്ലാത്ത തീരുമാനമാണ് കോൺഗ്രസ് കൈക്കൊണ്ടതെന്നും ഈ തീരുമാനം കഷ്ടമായി പോയി എന്നുമാണ് സുകുമാരൻ നായരുടെ പ്രതികരണം. കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനെയും സുകുമാരൻ നായർ രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, മുസ്ലിം ലീഗാണെന്നാണ് സുകുമാരൻ നായരുടെ ഭാഷ്യം. വിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് നൽകരുതെന്നും സുകുമാരൻ നായർ പ്രതികരിക്കുകയും ചെയ്തു. വി.ഡി. സതീശനോടുള്ള വ്യക്തിപരമായ എതിർപ്പാണ് ഈ വിധം പ്രസ്താവനകൾ നടത്താൻ സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം. അതേസമയം എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ആരോപണങ്ങളിൽ കരുതലോടെ നീങ്ങണമെന്ന നിർദ്ദേശമാണ് പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. പരസ്യ പ്രതികരണങ്ങൾ നടത്തി വിഷയം ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് ലീഗിന്റെ നിലപാട്. സുകുമാരൻ നായർക്ക് മറുപടി എന്ന രീതിയിൽ ആരും പ്രതികരിക്കരുതെന്ന് താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ലീഗിന്റെ നിലപാട് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ലീഗ് അതിനെ പിന്തുണയ്ക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. വി.ഡി. സതീശനെ പിന്തുണച്ച നിലപാട് മാറ്റേണ്ടതില്ലെന്നായിരുന്നു ലീഗ് നേതൃത്വ യോഗത്തിൽ അഭിപ്രായമുയർന്നത്. മാധ്യമങ്ങളെ കാണവെയായിരുന്നു ലീഗിനെതിരെ സുകുമാരൻ നായർ പ്രതിഷേധമുയർത്തിയത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തടസ്സം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാടാണെന്നായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത്. മുഖ്യമന്ത്രി ആരാകണം എന്നത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമാണ്. എന്നാൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അതിൽ ആവശ്യമില്ലാതെ ഇടപെട്ടു. ലീഗ് അടക്കമുള്ളവർക്ക് ഇതിൽ എന്താണ് കാര്യം? ഇന്നയാൾ വേണമെന്നും വേണ്ടെന്നും പറയാൻ ഘടകകക്ഷികൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സുകുമാരൻ നായർ ചോദിച്ചിരുന്നു. ഹൈക്കമാൻഡ് അഭിപ്രായം തേടുന്നതിന് മുൻപ് തന്നെ ലീഗ് അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. സമ്മർദ്ദത്തെ തുടർന്നാണ് ഹൈക്കമാൻഡിന് അഭിപ്രായം തേടേണ്ടി വന്നത്. എന്നാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം ഇത്രയും നീളില്ലായിരുന്നു. ഘടകകക്ഷികളുടെ ഇടപെടൽ ജനാധിപത്യത്തിന് ചേരുന്നതല്ല. 3 പേർ വന്നതുകൊണ്ട് അനുകൂലിക്കാനോ എതിർക്കാനോ പാടില്ലായിരുന്നു. ആര് വന്നാലും സ്വീകരിക്കണം. അതാണ് മര്യാദ. അതിന്റെ പേരാണ് ജനാധിപത്യം. ഘടകകക്ഷികളുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ പ്രഖ്യാപനം കുറച്ചുകൂടി നേരത്തെയാകുമായിരുന്നുവെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു. ലീഗിനെയാണ് പ്രത്യക്ഷത്തിൽ വിമർശിച്ചതെങ്കിലും സുകുമാരൻ നായർ ലക്ഷ്യമിട്ടത് വി.ഡി. സതീശനെ തന്നെയാണെന്ന് വ്യക്തം. എന്തുതന്നെയായാലും വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് ഉൾക്കൊള്ളാൻ സുകുമാരൻ നായരെ പോലെയുള്ള സാമുദായിക നേതാക്കൾക്ക് കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിനെ പോലെയുള്ള ഘടകകക്ഷികളെ സുകുമാരൻ നായർ അതിശക്തമായി വിമർശിക്കുന്നത് പോലും അതുകൊണ്ടാണ്.